നമസ്കാരം. 2 പതിറ്റാണ്ടായി അർജന്റീൻ ഫുട്ബോൾ സ്വപ്നത്തിന്റെ മുഖം ലിയോണൽ മെസ്സിയാണ്. മെസ്സിയുടെ സന്തോഷമാണ് അർജന്റീന ടീമിന്റെ ഉയിരും ഉശിരും. ലോക കിരീടം നിലനിർത്താൻ മെസ്സി ഇറങ്ങുമ്പോൾ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരനിരയ്ക്ക് തടയാനാകുമോ അർജന്റീനയെ? 6 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ഒരിക്കൽ കൂടി ഫൈനൽ സ്വപ്നവുമായി ഇറങ്ങുന്നു ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്. ലോക ഫൈനലിൽ സ്പാനിഷ് അർമാഡയുടെ എതിരാളികൾ ആരെന്നറിയാനുള്ള കാത്തിരിപ്പ്. ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് സൂപ്പർ സെമി പോരാട്ടം. ലോകകപ്പ് വേദിയിൽ എന്നൊക്കെ അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വന്നിട്ടുണ്ടോ അന്നൊക്കെ വിവാദ പെരുമഴ ഉണ്ടായിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. കൊണ്ടും കൊടുത്തും ജയിച്ച മത്സരങ്ങളായിരുന്നു എല്ലാം. രാഷ്ട്രീയ രംഗത്ത് പോലും ചലനങ്ങൾ ഉണ്ടാക്കിയ മത്സരങ്ങൾ. വീണ്ടും ഒരു ലോക പോരാട്ടം വരുമ്പോൾ 2 ടീമുകൾക്കും കണക്ക് തീർക്കാനുണ്ട്. രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് അർജന്റീന ഇംഗ്ലണ്ട് സൂപ്പർ സെമി പോരാട്ടം. ലോകകപ്പിലെ ഓരോ മത്സരത്തിലും റാങ്കിങ്ങും മാറി മറിയുകയാണ്. സ്പെയിൻ ഫ്രാൻസിനെ തോൽപ്പിച്ചതോടെ 1ാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു. നിലവിൽ 3ാം റാങ്കിലാണ് ലിയോണൽ മെസ്സിയുടെ അർജന്റീന ടീം. 4ാം റാങ്കിലാണ് ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്. ലിയോണൽ മെസ്സി ആദ്യമായാണ് ഇംഗ്ലണ്ടിനെ നേരിടാൻ ഇറങ്ങുന്നത് എന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിന് ഉണ്ട്. 2 പതിറ്റാണ്ടായി അർജന്റീനയ്ക്കായി കളിക്കുന്ന മെസ്സിക്ക് ഒരിക്കൽ പോലും ഇംഗ്ലണ്ടുമായി മത്സരിക്കാൻ അവസരം ഒരുങ്ങിയിട്ടില്ല. ചരിത്രത്തിലാദ്യമായി ഇംഗ്ലണ്ടിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ മെസ്സി വിജയം നേടുമോ അതോ ഇംഗ്ലണ്ട് പിടിച്ചു കെട്ടുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് ചില കണക്കുകളിലേക്ക് കൂടി പോകാം. ലോകകപ്പിൽ ഇരു ടീമുകളുടെയും അതിവേഗം ഇരു ടീമുകളും എങ്ങനെയാണ് ഇതുവരെ സെമി വരെ എത്തിയത് എന്ന് അതിവേഗം ഒന്ന് പരിശോധിക്കാം. അർജന്റീനയുടെ കുതിപ്പിന് തുടക്കം മുതൽ തന്നെ ആധികാരികമായിരുന്നു ആ കുതിപ്പ് ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ചാണ് മെസ്സിപ്പട നോക്കൌട്ടിലേക്ക് കടന്നത്. നമുക്ക് ആ കണക്കുകൾ വ്യക്തമാണ്. 1ാമത്തെ മത്സരത്തിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തു. പിന്നാലെ ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. 3ാം മത്സരത്തിൽ ജോർദാനെ 1-നെതിരെ 3 ഗോളിന് മറികടന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിൽ എത്തി. റൗണ്ട് ഓഫ് 32-ൽ കേപ്പ് വെർദയെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിൽ കൂടി 2-നെതിരെ 3 ഗോളിന് അർജന്റീന വിജയിച്ചു. വിവാദങ്ങൾ നിറഞ്ഞ പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെയും ഇതേ സ്കോറിന് അർജന്റീന മറികടന്നു. ഒടുവിൽ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെ 1-നെതിരെ 3 ഗോളിന് കീഴടക്കി സെമി ടിക്കറ്റ് ഉറപ്പിച്ചു അർജന്റീന. ഇനി ഇംഗ്ലണ്ടിലേക്ക് വന്നാൽ അവിടെ ഇംഗ്ലണ്ടിനും മികച്ച തുടക്കമാണ് ഉണ്ടായത്. ഇംഗ്ലണ്ടിന്റെ യാത്രയും ആവേശം നിറഞ്ഞതായിരുന്നു. ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-നെതിരെ 4 ഗോളിന് കീഴടക്കി മികച്ച തുടക്കമിട്ടു. 2ാം മത്സരത്തിൽ ഘാനയോട് ഗോൾ രഹിത സമനില വഴങ്ങിയെങ്കിലും പനാമയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് നോക്കൌട്ട് ഉറപ്പിച്ചു. റൗണ്ട് ഓഫ് 32-ൽ കോങ്കോയെ 1-നെതിരെ 2 ഗോളിന് മറികടന്നു. പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 2-നെതിരെ 3 ഗോളിന് തോൽപ്പിച്ചു. ക്വാർട്ടറിൽ നോർവയെ 1-നെതിരെ 2 ഗോളിന് കീഴടക്കി ഇംഗ്ലണ്ടും സെമിയിലേക്ക് മുന്നേറി. 6 മത്സരങ്ങളിൽ 6ഉം ജയിച്ച അർജന്റീനയും 5 ജയവും 1 സമനിലയുമായി മുന്നേറിയ ഇംഗ്ലണ്ടും. 2 കരുത്തൻ ടീമുകൾ സെമി പോരാട്ടത്തിനായി നേർക്കുനേർ വരികയാണ്. ആ പോരാട്ടത്തിന് ലോകം കാത്തിരിക്കുകയാണ്. ഇനി ടീമുകളുടെ ഫോർമേഷനിലേക്ക് പോയാൽ അർജന്റീനയും ഇംഗ്ലണ്ടും 2 ടീമുകളും ടൂർണമെന്റിൽ ഉടനീളം സ്ഥിരതയുള്ള ആദ്യ 11-നുമായാണ് കളിച്ചത്. ഓരോ പൊസിഷനിലും മികവ് തെളിയിച്ച താരങ്ങൾ ഉണ്ട് എന്നതാണ് ടീമുകളെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്നത്. നമുക്ക് അർജന്റീനയുടെ 11-നെ കാണാം. അതുകൊണ്ട് തന്നെ സെമി ഫൈനലിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാകും ഇരു ടീമുകളും ഇറങ്ങുക. അർജന്റീനയുടെ ടീമിലും വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. അർജന്റീനയുടെ ഫോർമേഷൻ നോക്കിയാൽ ലിയോണൽ സ്കലോണി കഴിഞ്ഞ മത്സരത്തിലേതിന് സമാനമായി 4-1-3-2 എന്ന ശൈലിയിലാണ് ടീമിനെ ഇറക്കാനുള്ള ഒരു സാധ്യത. ഒരു 4-4-2 എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വെച്ചുകൊണ്ടുള്ള ഒരു 4-1-3-2 എന്ന തരത്തിലേക്കുള്ള ഒരു ശൈലി. മധ്യനിരയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ശൈലിയാണ് ഈ ഒരു ശൈലി. അത് പലപ്പോഴും അർജന്റീന 4-3-3 എന്ന ശൈലിയിലൊക്കെ കളിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ തരത്തിൽ 4-1-3-2 എന്ന ശൈലിയിലേക്ക് മാറുന്നത് നമ്മൾ കാണുന്നു. മത്സരത്തിനിടയിൽ തന്നെ ശൈലി മാറ്റുന്നതും നമ്മൾ അർജന്റീനയുടെ മത്സരങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഏതായാലും മെസ്സിയെ കൂടുതൽ ആശ്രയിച്ചാണ് അർജന്റീനയുടെ മത്സരങ്ങളെല്ലാം തന്നെ നടന്നത് എന്ന് നമുക്കറിയാം. മുന്നേറ്റ നിരയിൽ ലോകകപ്പ് മുഴുവൻ തകർപ്പൻ ഫോമിലുള്ള നായകൻ ലിയോണൽ മെസ്സിക്കൊപ്പം ഹൂലിയൻ ആൽവരസ് ഇന്ന് എത്തും. തൊട്ടു പിന്നിലായി അലക്സിസ് മെക്കലിസ്റ്റർ, അതോടൊപ്പം റോഡ്രിഗോ ഡി പോൾ, അതോടൊപ്പം എൻസോ ഫെർണാണ്ടസ് എന്നീ 3 പേരെ നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം ആണ് അർജന്റീന കാഴ്ചവെക്കുക. ആ തരത്തിൽ മധ്യനിരയ്ക്കും മുന്നേറ്റത്തിലും ഉള്ള ഈ 5 പേർ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. മധ്യനിരയുടെ ആങ്കറായി തൊട്ടു പിന്നിൽ ലിയാൻഡ്രോ പരേഡസ് ഉണ്ടാകും. അത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ മികച്ച പ്രകടനമാണ് ഈ ലോകകപ്പിൽ ഉടനീളം പരേഡസ് നടത്തിയത്. നമുക്ക് പല ക്ലിയറൻസും അത് ടീമിന്റെ വിജയത്തിൽ തന്നെ നിർണായകമായ പല ക്ലിയറൻസും പല മത്സരങ്ങളിൽ നമ്മൾ കണ്ടു. പ്രതിരോധ നിരയിൽ ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ് സഖ്യം തന്നെ തുടരും. അതിൽ മൊളീനയും അതോടൊപ്പം ടാക്ലിയോഫിക്കയും കൂടി ആ ടീമിനൊപ്പം കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതിന് സമാനമായി തന്നെ ടീമിനൊപ്പം ഉണ്ടാകും. ഗോൾ വലകാക്കാൻ മാറ്റമൊന്നും
ചിന്തിക്കേണ്ടതില്ല, എമിലിയാനോ മാർട്ടിനസ് തന്നെ ഉണ്ടാകും. എന്തായാലും ബെഞ്ചിൽ ലൗറ്റാരോ മാർട്ടിനസ് ഉൾപ്പെടെയുള്ള മത്സരത്തിന്റെ ഗതിമാറ്റാൻ കഴിയുന്ന താരങ്ങൾ ഉള്ളത് സ്കലോണിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ മത്സരത്തിൽ മാർട്ടിനസിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൽവരസിനെ മാറ്റുന്നതാണ് കണ്ടതെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ആൽവരസിനെ നിലനിർത്താനുള്ള സ്കലോണിയുടെ ഒരു തീരുമാനം അത് മത്സരത്തിന്റെ തന്നെ ഗതി മാറ്റുന്നത് കണ്ടു. രണ്ട് താരങ്ങളും ഗോൾ നേടുന്നത് കണ്ടു, വിജയത്തിലേക്ക് എത്തിക്കുന്നത് കണ്ടു. അതുകൊണ്ട് മത്സരത്തിനിടയിൽ ഇത്തരത്തിൽ ഫോർമേഷൻ മാറ്റുന്നതൊക്കെ അർജന്റീന രീതിയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്കലോണി അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും 1-2 ഗോളുകൾ വഴങ്ങിയാലും തിരിച്ചു വരാം എന്ന ഒരു ആത്മവിശ്വാസം അർജന്റീനയ്ക്ക് ഈ ടൂർണമെന്റിൽ തന്നെ എന്തായാലും ഉണ്ട് എന്ന് പറയാം. കാരണം പല മത്സരങ്ങളിലും ആ തരത്തിൽ ഗോൾ വഴങ്ങി അതിന്റെ ഒരു സമ്മർദ്ദത്തിൽ നിൽക്കെ വീണ്ടും തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അനുഭവം ഇത്തവണയും ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഗോൾ വഴങ്ങിയാൽ പോലും തിരിച്ചു വരാം എന്ന ഒരു ആത്മവിശ്വാസമൊക്കെ അർജന്റീനയ്ക്ക് നൽകുകയും ചെയ്യും. ഇനി ഇംഗ്ലണ്ടിലേക്ക് വന്നാൽ, ഇംഗ്ലണ്ടും നമ്മൾ പലപ്പോഴും അത് എല്ലാ കാലത്തും ഇംഗ്ലണ്ട് വരുന്നത് സൂപ്പർ താര നിരയുമായാണ്. ഇത്തവണയും സൂപ്പർ താരങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ ഒരുപാട് സൂപ്പർ താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് തോമസ് ടുഖേൽ ഈ ടീമിനെ ഇറക്കിയത്. എന്തായാലും 4-2-3-1 എന്ന ശൈലിയിലായിരിക്കും ഇത്തവണയും ടീമിനെ ഇറക്കുക. നമുക്ക് കാണാം ഹാരി കെയ്ൻ, മുന്നേറ്റത്തിൽ ഉള്ള ഹാരി കെയ്നിൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഒപ്പം ജൂഡ് ബെല്ലിംഗാം, രണ്ടുപേരും ഒരുപോലെ ഗോളടിക്കുന്നു എന്നത് തന്നെയാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. ഈ ഒരു സഖ്യത്തെ മറികടക്കുക എന്ന് തന്നെയായിരിക്കും അർജന്റീനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാവുക. മത്സരത്തിൽ ജയിച്ചാൽ പോലും ആ ടീമിനെ കുറിച്ച് പൂർണ്ണ തൃപ്തിയില്ലാത്ത ഒരു പരിശീലകനാണ് ടുഖേൽ എന്നത് നമുക്കറിയാം. കാരണം അദ്ദേഹം പറയുന്നത് പോലെ 90 മിനിറ്റും അതിവേഗ ഫുട്ബോൾ കളിക്കുക എന്നതാണ് തോമസ് ടുഖേലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ശൈലി. ആ അതിവേഗ ഫുട്ബോളിന് ഏത് തരത്തിൽ അർജന്റീന മറികടക്കണം, ഈ ഫാസ്റ്റ് ഗെയിമിനെ അർജന്റീന എങ്ങനെ തടയും എന്നതൊക്കെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. ലൈനപ്പിലേക്ക് വന്നാൽ മുന്നിൽ സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ നായകൻ ഹാരി കെയ്ൻ ഉണ്ട്. തൊട്ടുപിന്നിലായി നോനി മഡൂക്കെ, അതോടൊപ്പം ജൂഡ് ബെല്ലിംഗാം, ആന്റണി ഗോർഡൻ എന്നിവർ ഇറങ്ങും. ഇതിൽ മഡൂക്കയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ രണ്ടാം പകുതിയിൽ ഇറങ്ങിയ ബുക്കായോ സാക്ക മികച്ച പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷെ ബുക്കായോ സാക്ക ആദ്യ 11-ൽ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതോടൊപ്പം മധ്യനിരയിൽ ഡെക്ലാൻ റൈസും ആൻഡേഴ്സണും തന്നെയുള്ള ആ സഖ്യം തന്നെ തുടരും. പ്രതിരോധത്തിൽ കോൺസ, അതോടൊപ്പം ജോൺ സ്റ്റോൺസ്, മാർഗുയി, അതോടൊപ്പം ഒറൈലി എന്നിവർ നിരക്കുന്ന പ്രതിരോധം ഏത് തരത്തിലെടുത്താലും അത് പകരക്കാരുടെ കാര്യത്തിൽ എടുത്താലും അർജന്റീനയ്ക്ക് സമാനമാണ്. ഒരുപക്ഷെ അർജന്റീനയേക്കാൾ തന്നെ യൂറോപ്യൻ ഫുട്ബോളിൽ വലിയ പേരുള്ള പകരക്കാർ ഉണ്ട് ഇംഗ്ലണ്ടിനും എന്നത് എടുത്തു പറയേണ്ടതാണ്. ഗോൾവലകാക്കാൻ നമുക്ക് ഈ ടൂർണമെന്റിൽ മാത്രമല്ല സമീപകാലത്തൊക്കെ തന്നെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച, ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായി മാറിയിരിക്കുന്ന ജോർദാൻ പിക്ഫോർഡ് കൂടി ഉണ്ടാകുമ്പോൾ ഇംഗ്ലണ്ട് അതിശക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇരു ടീമുകളുടെയും ആദ്യ 11-ൽ ലോകോത്തര താരങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ സെമി ഫൈനലിൽ ഓരോ പൊസിഷനിലെയും പോരാട്ടം തന്നെയാകും മത്സരഫലം നിർണ്ണയിക്കുക. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി നേർക്കുനേർ പോരാട്ടത്തിന്റെ ഒരു കണക്ക് കൂടി ഒന്ന് പരിശോധിക്കാം. നേരിയ മുൻതൂക്കം അർജന്റീനയ്ക്ക് മേൽ ഇംഗ്ലണ്ടിനുണ്ട് എന്നതാണ് നേർക്കുനേർ പോരാട്ടത്തിന്റെ കണക്കുകൾ നോക്കിയാൽ നമുക്ക് വ്യക്തമാവുക. ഇനി ആകെ മത്സരങ്ങൾ 14 തവണയാണ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ അന്താരാഷ്ട്ര മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. 6 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അർജന്റീനയ്ക്ക് ജയിക്കാനായത് വെറും 3 മത്സരങ്ങളിൽ മാത്രമാണ്. 4 മത്സരങ്ങൾ സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കളിച്ചപ്പോൾ 2005 നവംബർ 12 നടന്ന സൗഹൃദ മത്സരത്തിൽ 2-നെതിരെ 3 ഗോളിന് ഇംഗ്ലണ്ട് ജയിച്ചു എന്നതാണ് കണക്ക്. ലിയോണൽ മെസ്സി അരങ്ങേറ്റത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതിനാൽ മെസ്സിക്ക് അന്ന് കളിക്കാൻ സാധിച്ചില്ല. മൈക്കൽ ഓവൻ 2-ഉം വെയിൻ റൂണി 1 ഗോളും അന്ന് നേടി. ഹെർനാൻ ക്രെസ്പോ, അതോടൊപ്പം വാൾട്ടർ സാമുവൽ എന്നിവരായിരുന്നു അർജന്റീനയുടെ സ്കോറർമാർ. പിന്നീട് ഒരിക്കലും ഇരു ടീമും കളിക്കേണ്ടി വരാത്തതിനാൽ മെസ്സിക്ക് ഇംഗ്ലണ്ടിനെതിരെ കളിക്കേണ്ടിയും വന്നില്ല. ഇനി ലോകകപ്പിലെ കണക്കുകളിൽ ഒന്ന് പരിശോധിച്ചാൽ അവിടെയും നേരിയ മുൻതൂക്കം ഇംഗ്ലണ്ട് തന്നെയാണ്. ഇതുവരെ 5 മത്സരങ്ങളിൽ ഇരു ടീമുകളും ലോകകപ്പിൽ ഏറ്റുമുട്ടി. 3 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ജയിച്ചു, 2 മത്സരങ്ങളിൽ അർജന്റീന ജയിച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അർജന്റീനയുടെ 2 ജയങ്ങളും നോക്കൌട്ട് റൗണ്ടിലാണ് എന്നത് ഒരു പ്രത്യേകതയാണ്. ഇനി ചില മെസ്സി കണക്കുകളിലേക്ക് കൂടി പോകാം. ലിയോണൽ മെസ്സി കരിയറിലെ 6ാമത്തെ ലോകകപ്പാണ് കളിക്കുന്നത് എന്ന് നമുക്കറിയാം. മെസ്സിയുടെ ഏറ്റവും മികച്ച പ്രകടനം ഈ 39ാമത്തെ വയസ്സിലാണ് നമ്മൾ കാണുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഓരോ ലോകകപ്പിലെയും പ്രകടനം അതിവേഗം ഒന്ന് പരിശോധിച്ചാൽ ആദ്യ ലോകകപ്പിൽ 2006-ൽ അരങ്ങേറ്റത്തിൽ 3 മത്സരങ്ങളിലാണ് ലിയോണൽ മെസ്സി കളിച്ചത്. അദ്ദേഹത്തിന് അന്ന് ഒരു പകരക്കാരുടെ ബെഞ്ചിൽ ആയിരുന്നു ലിയോണൽ മെസ്സിയുടെ സ്ഥാനം. 3 മത്സരങ്ങളിൽ 1 ഗോളും 1 അസിസ്റ്റും മാത്രമായിരുന്നു സമ്പാദ്യം. ജർമ്മനിയോട് ക്വാർട്ടറിൽ തോറ്റ് അന്നത്തെ പ്രതിഭകൾ നിറഞ്ഞ അർജന്റീന ടീം പുറത്താവുകയും ചെയ്തു. ഇനി 2010-ലേക്ക് വരുമ്പോഴത്തേക്കും ലിയോണൽ മെസ്സി വലിയൊരു സൂപ്പർ താരമായി തന്നെ ഉയർന്ന ഒരു തലത്തിലാണ് ആ ലോകകപ്പിന് എത്തുന്നത്. മറഡോണയുടെ പരിശീലനത്തിൽ മെസ്സിയും സംഘവും ഇറങ്ങിയപ്പോൾ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നതാണ് ലോകകപ്പിൽ നമ്മൾ കണ്ടത്. ഇത്തവണയും ജർമ്മനിക്ക് മുന്നിൽ ക്വാർട്ടറിൽ തോറ്റു. ലോകകപ്പിൽ 5 മത്സരങ്ങളിൽ മെസ്സിക്ക് 1 ഗോൾ പോലും നേടാനായില്ല. 1 അസിസ്റ്റ് മാത്രമായിരുന്നു സമ്പാദ്യം. 2014-ൽ മെസ്സിയുടെ ചിറകിൽ അർജന്റീന ഫൈനൽ വരെ എത്തി. ഫൈനലിൽ എക്സ്ട്രാ ടൈമിലെ മരിയോ ഗോട്സയുടെ ഗോളിൽ ജർമ്മനി വീണ്ടും അർജന്റീനയെ കരയിച്ചു. മെസ്സിക്ക് നേടാനായത് 7
മത്സരങ്ങളിൽ 4 ഗോളും 1 അസിസ്റ്റും ആണ്. ലോകകപ്പിലെ താരമായി ഗോൾഡൻ ബോളും മായാണ് മെസ്സി അന്ന് മടങ്ങിയത്. ഒരു കണ്ണീരോടെയുള്ള മടക്കം, ഒരു ഫൈനലിലെ തോൽവി മെസ്സിക്ക് വലിയ നിരാശ സമ്മാനിക്കുകയും ചെയ്തു. 2018 വരുമ്പോൾ 2016 വിരമിക്കൽ പിൻവലിച്ച് തിരിച്ചെത്തിയ ഒരു ലോകകപ്പായിരുന്നു അത്. 2018 റഷ്യയിലും മെസ്സിക്ക് തിളങ്ങാനായില്ല. 4 മത്സരങ്ങളിൽ 1 ഗോൾ നേടി, 2 അസിസ്റ്റ് ആയിരുന്നു സമ്പാദ്യം. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന് മുന്നിൽ അർജന്റീനയുടെ യാത്ര അവസാനിച്ചു. മെസ്സി വീണ്ടും വിരമിക്കുമെന്ന് പലരും അന്ന് വിധി എഴുതുന്നതും നമ്മൾ കണ്ടു. കഴിഞ്ഞ ലോകകപ്പിൽ 2022 എത്തുമ്പോൾ ലിയോണൽ മെസ്സി ലോകത്തെ വിസ്മയിപ്പിച്ച ലോകകപ്പ്. 7 മത്സരങ്ങളിൽ 7 ഗോളുകൾ, 3 അസിസ്റ്റ്. ഗ്രൂപ്പ് ഘട്ടത്തിലും നോക്കൌട്ടിലെ എല്ലാ റൗണ്ടുകളിലും ഗോളുകൾ നേടി ലോകകപ്പിന്റെ താരമായി ലോക കിരീടം സ്വന്തമാക്കിയ ലോകകപ്പ്. മെസ്സി ലോകകപ്പ് കരിയർ അവസാനിപ്പിക്കുമെന്ന് അന്നും പലരും കരുതി. പക്ഷേ ഇപ്പോൾ 4 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ നിൽക്കുമ്പോഴും ലിയോണൽ മെസ്സിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ലോകകപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ 2026 ഇതുവരെ കണ്ട മെസ്സിയുടെ ഏറ്റവും പ്രൈം വേർഷൻ നമ്മൾ കാണുന്നു എന്നതാണ്, ഈ 39-ാം വയസ്സിൽ കാണുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 6 മത്സരങ്ങളിൽ 8 ഗോളുകൾ ഇതുവരെ നേടി, 2 അസിസ്റ്റുകൾ സ്വന്തമാക്കി. മെസ്സിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ലോകകപ്പ് ഇതാണ്. റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്ത് ഹാട്രിക് അടക്കം നേടിയുള്ള പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെസ്സിയുടെ ഈ ഉജ്ജ്വല ഫോമിൽ തന്നെയാണ് അർജന്റീനയുടെ പ്രതീക്ഷ. നമുക്ക് മെസ്സിയുടെ കരിയർ കണക്കുകൾ ഒന്നുകൂടി നോക്കിയാൽ, ആകെയുള്ള കണക്കുകളിലേക്ക് ഒന്ന് വന്നാൽ, ആകെ 32 മത്സരങ്ങൾ ലോകകപ്പിൽ കളിച്ചു, 21 ഗോളുകൾ നേടി, 10 അസിസ്റ്റ് സ്വന്തമാക്കി. ഏറ്റവും അധികം മത്സരം കളിച്ച താരമെന്ന റെക്കോർഡ് ലിയോണൽ മെസ്സിക്കാണ്. ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് ലിയോണൽ മെസ്സിക്കാണ്. ഏറ്റവും അധികം അസിസ്റ്റുകൾ നേടിയ താരമെന്ന റെക്കോർഡ് ലിയോണൽ മെസ്സിക്കാണ്. എല്ലാം മെസ്സിയുടെ പേരിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇനി ഫൈനലിലേക്ക് കൂടി എത്തിയാൽ 3 ഫൈനൽ ഇതിഹാസ താരങ്ങളുടെ പട്ടിക, 3 ഫൈനൽ കളിക്കുന്ന ഇതിഹാസ താരങ്ങളുടെ പട്ടികയിലേക്കും ലിയോണൽ മെസ്സിക്ക് എത്താം. ഇനി നമുക്ക് വേൾഡ് കപ്പ് ഡെസ്കിലേക്ക് പോയാൽ അവിടെ ആഷിഖ് റഹ്മാൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആഷിഖ്, ഇന്നത്തെ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ടും അർജന്റീനയും ഒരു സൂപ്പർ സെമി പോരാട്ടം. 2 ചാമ്പ്യന്മാർ, ഒരാൾ നിലവിലെ ചാമ്പ്യന്മാരാണ്, മറ്റൊരാൾ മുൻ ചാമ്പ്യന്മാരാണ്. വലിയ ആവേശത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. രുചിഷ, നമുക്ക് ഈ 2 ടീമുകളുടെയും ഈ ഒരു യാത്ര നമ്മൾ പരിശോധിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ തുടക്കത്തിൽ നേരിട്ട ആ ഒരു തിരിച്ചടിയിൽ നിന്ന് ഇംഗ്ലണ്ട് കരകയറി വരുന്നത് നമ്മൾ കണ്ടു. അർജന്റീന ആകട്ടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ആധികാരികത പിന്നീട് ഇങ്ങോട്ട് നോക്കൌട്ടിലേക്ക് എത്തുമ്പോൾ അല്പം ഒന്ന് വിയർക്കുന്നത് കണ്ടു. പക്ഷേ 2 ടീമുകളും മികച്ച ഫോമിലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലോകകപ്പിന്റെ യോഗ്യതാണ്ടിൽ 1 ഗോളും വഴങ്ങാതെയായിരുന്നു ഇംഗ്ലണ്ട് എത്തിയത്. പക്ഷേ ഈ തുടക്കത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു തിരിച്ചടി നേരിട്ടെങ്കിൽ പോലും പിന്നീട് തിരിച്ചു വരാൻ കഴിഞ്ഞതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 ഗോൾ സ്കോറർമാർ അവർക്ക് പ്രധാനമായിട്ടുണ്ട്. അത് ഹാരി കെയ്നും അതുപോലെ ജൂഡ് ബെല്ലിംഗാമുമാണ് അതിൽ ഏറ്റവും പ്രധാനം. 6 ഗോളുമായി ലോകത്തിലെ ടോപ്പ് സ്കോർ പട്ടികയിൽ അവർ 5ാം സ്ഥാനത്തുണ്ട്. അങ്ങനെ 2 താരങ്ങൾ 6 ഗോളുമായി തിളങ്ങുന്ന ഒരു പ്രത്യേകത ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല അവരുടെ മധ്യനിരയാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിലെല്ലാം മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഗോൾ വഴങ്ങിയതാണ് ഏറ്റവും പ്രധാനം. കാരണം കോങ്കോക്കെതിരെ 1 ഗോൾ വഴങ്ങുന്നു, പിന്നീട് മെക്സിക്കോക്കെതിരെ 2 ഗോൾ വഴങ്ങുന്നു, നോർവേക്കെതിരെ ആണെങ്കിലും 1 ഗോൾ വഴങ്ങുന്നു. ഈ പ്രതിരോധം ഈ ഇംഗ്ലണ്ടിന് ചെറിയ തലവേദനയല്ല സൃഷ്ടിക്കുന്നത്. അതാണ് ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിലെല്ലാം ഒരുപക്ഷെ മുന്നേറ്റം ഗോൾ അടിക്കുമ്പോൾ പോലും അല്പം ഒന്ന് പിന്നോക്കം ഇംഗ്ലണ്ട് പോകാൻ കാരണമായിട്ടുള്ളത്. അർജന്റീനയിലേക്ക് വരുമ്പോൾ അർജന്റീന ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരിക പ്രകടനം വന്നെങ്കിൽ പോലും എതിരാളികളായി ലഭിച്ചത് ഈ നോക്കൌട്ടിലേക്ക് എത്തുമ്പോൾ താരതമ്യേന ദുർബലരെന്ന് നമ്മൾ പറയുന്ന ടീമുകളായിരുന്നു. ഇപ്പോൾ കേപ്പ് വെർദെ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും പോലും. പക്ഷേ അവർക്കെതിരെയെല്ലാം ഗോൾ വഴങ്ങുന്നത് 2 ഗോളടക്കം എല്ലാ മത്സരത്തിലും വഴങ്ങി എന്നുള്ളതാണ്. കേപ്പ് വെർദെക്കെതിരെ 2 ഗോൾ വഴങ്ങി, ഈജിപ്തിനെതിരെ 2 ഗോൾ വഴങ്ങി. കേപ്പ് വെർദെക്കെതിരെ വിജയിക്കാൻ അധിക സമയത്ത് വരെ പോകേണ്ടി വന്നു. സ്വിറ്റ്സർലൻഡിനെതിരെയും അധിക സമയത്തെ പോകേണ്ടത്. പക്ഷേ അർജന്റീനയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ആത്മവിശ്വാസം തിരിച്ചടിച്ച് വിജയിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് ആ ടീം വളർന്നു എന്നുള്ളതാണ്. കാരണം ഗോൾ വഴങ്ങുന്നത് പ്രതിരോധത്തിന്റെ പോരായ്മ ആകുമ്പോൾ പോലും ഗോൾ തിരിച്ചടിച്ച് വിജയിക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക്, അങ്ങനെ ഒരു മെന്റാലിറ്റിയിലേക്ക് അർജന്റീന മാറിയിട്ടുണ്ട്. അത് അർജന്റീനയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പിന്നീട് കളിക്കളത്തിൽ വരുന്ന മാറ്റങ്ങൾ, അത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുമ്പോൾ പെട്ടെന്ന് ഗോൾ അടിച്ചുകൊണ്ട് മത്സരത്തിൽ തിരിച്ചു കഴിയുന്നതും ലയണൽ സ്കെല്ലിയുടെ തന്ത്രങ്ങളും എന്തായാലും ഈ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അത് ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നത്തെ മത്സരത്തിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഇന്നലെ നടന്ന സെമിയിൽ നമ്മൾ കണ്ടതാണ്, സ്പെയിൻ 1 ഗോൾ നേടിയ ശേഷം കളിയിൽ പൂർണ്ണ മേധാവിത്വം പുറത്തുനിന്ന് കണ്ടു. ഇന്നത്തെ മത്സരത്തിൽ സമാനമായി ആദ്യം 6 ഗോൾ സ്കോർ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അർജന്റീന കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ആദ്യം ഗോൾ നേടി, ഇംഗ്ലണ്ടും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ആദ്യ ഗോൾ നേടി. അതിനാൽ തന്നെ ഇന്നത്തെ ആദ്യ ഗോളും വളരെ പ്രധാനമാണ്. എന്തായാലും മെസ്സിയും കെയ്നും തമ്മിൽ ഒരു പോരാട്ടത്തിന് കൂടി നമ്മളത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇവർ ക്ലബ്ബ് തലത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ മെസ്സി ബാഴ്സയ്ക്ക് വേണ്ടി വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ഹാരി കെയ്ന് കൂട്ടായി ഒരു മികച്ച സംഘം തന്നെ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംഘം തന്നെ ഹാരി കെയ്ന് കൂട്ടായിട്ടുണ്ട്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ മികച്ച താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഇംഗ്ലണ്ടിനോട് കിടപിടിക്കുന്ന താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും മെസ്സിയിൽ കേന്ദ്രീകരിച്ചൊരു ഫുട്ബോളാണ് അർജന്റീന കളിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ മത്സരത്തിൽ മെസ്സിയെ പൂട്ടുമ്പോൾ അർജന്റീനയുടെ കളി പൂർണ്ണമായും ഇല്ലാതാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടു. ഇന്നും അത്തരത്തിൽ മെസ്സിയെ പൂർണ്ണമായി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അർജന്റീന ഏത് മറുതന്ത്രം പ്രയോഗിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇംഗ്ലണ്ട് ഒരു ടീം ഗെയിമാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്, ഏതെങ്കിലും ഒരു താരത്തിൽ കേന്ദ്രീകരിച്ചാൽ. പക്ഷേ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം മെസ്സിയാണ് അവരുടെ കോർ പോയിന്റ്. ആ കോർ പോയിന്റിലേക്കുള്ള പന്ത്
തടഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന എന്ത് മറുതന്ത്രം ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരെ ഇറക്കി വിജയിച്ച സ്കലോണിയൻ തന്ത്രം ഇന്നും പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അർജന്റീനയ്ക്ക് വിജയിച്ച ഫൈനലിലേക്ക് എത്താനാകും. എന്തായാലും രണ്ട് മാസ്റ്റർ പീസുകൾ, രണ്ട് തന്ത്രജ്ഞാനികൾ സ്കലോണിയുടെയും അതുപോലെ തന്നെ തോമസ് ടുഖേലിൻ്റെയും തന്ത്രങ്ങൾ കൂടി ഏറ്റുവിടുന്ന ഒരു സെമി ഫൈനലായി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുക. രുചിഷ ശരി, ആഷിക സൂചിപ്പിച്ചതുപോലെ ലിയോണൽ സ്കലോണിയുടെ ഈ തന്ത്രം തന്നെ അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താരങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അതിനിടയിൽ ഈ പരിശീലകരെ കുറിച്ച് കൂടി പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. രണ്ട് പരിശീലകർ തമ്മിലുള്ള പോരാട്ടമാണ് ഈ മത്സരം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇംഗ്ലണ്ട് പരിശീലകൻ തോമസ് ടുഖേലും അതോടൊപ്പം അർജന്റീൻ കോച്ച് ലിയോണൽ സ്കലോണിയും. രണ്ട് ശൈലികളാണ്. ഒരുപക്ഷെ ടുഖേലിന്റെ അതിവേഗ ഫുട്ബോളിനെ അർജന്റീന എങ്ങനെ മറികടക്കും എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ലിയോണൽ സ്കലോണിയുടെ കരിയർ കൂടി നമുക്കൊന്ന് പരിശോധിച്ചാൽ 103-ാം മത്സരത്തിലേക്ക് പോകുന്ന സ്കലോണി വെറും 9 മത്സരങ്ങളിൽ മാത്രമാണ് ഇതുവരെ തോൽവി അറിഞ്ഞത് എന്ന കണക്കുകൾ കാണുമ്പോൾ നമുക്കറിയാം എത്രമാത്രം മികച്ച ഒരു പരിശീലകനാണ് അദ്ദേഹം, എത്രമാത്രം വലിയ വിജയങ്ങളാണ് അദ്ദേഹം അർജന്റീനയ്ക്ക് നേടിത്തന്നത് എന്ന് മനസ്സിലാകുന്നത്. ഈ കരിയർ സ്റ്റാറ്റ്സ് ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 102 മത്സരങ്ങളിൽ 79 മത്സരങ്ങളിലും സ്കലോണിയുടെ അർജന്റീന ജയിച്ചു. 14 മത്സരങ്ങൾ സമനിലയായി, 9 മത്സരങ്ങളിൽ മാത്രം തോൽവി. ഇതിനിടയിൽ 4 കിരീടങ്ങൾ അർജന്റീനയ്ക്ക് സ്കലോണി സമ്മാനിച്ചു. നിർണായകമായ സെമി പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ സ്കലോണിയുടെ ഈ റെക്കോർഡ് തന്നെയാണ് അർജന്റീന ആരാധകരുടെ കോൺഫിഡൻസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകകപ്പും 2 കോപ്പ അമേരിക്കയും ഫിനിഷിമ കിരീടവും നേടിക്കൊടുത്തത് സ്കലോണിയുടെ തന്ത്രങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് അർജന്റീന ആരാധകരുടെ ഒരു കോൺഫിഡൻസ് ഉള്ളത്. സ്കലോണി രണ്ടാം പകുതിയിൽ തീരുമാനിക്കുന്ന ടീം ചേഞ്ചും തന്ത്രങ്ങളുമെല്ലാം ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. ഇനിയും വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. പക്ഷേ നമുക്കറിയാം മറുവശത്ത് തോമസ് ടുഖേലിന്റെ തന്ത്രങ്ങൾ ഉണ്ട്. ആ ടീം അത്രമാത്രം ശക്തരായ ഇംഗ്ലണ്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ചില റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചാൽ ഇംഗ്ലണ്ടും അർജന്റീനയും ചർച്ചകളിൽ വരുമ്പോഴെല്ലാം മറഡോണയുടെ ദൈവത്തിന്റെ കൈ പ്രയോഗം കേൾക്കാം. വീണ്ടും ഒരു അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ മറഡോണയും ഗോളുകളും മറക്കാനാവില്ല. ഒരു താരത്തിന് ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാകെ ചുമലിലേറ്റി ലോക കിരീടം നേടാനാകുമോ? 1986 വരെ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ മറഡോണയും അർജന്റീനയും അത് സാധിക്കുമെന്ന് തെളിയിച്ചു. എന്നാൽ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട അർജന്റീനയ്ക്ക് തീരെ കളങ്കമായിരുന്നു ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ ദൈവത്തിന്റെ കൈഗോൾ. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഫോക്ലാൻഡ് ദ്വീപുകളെ ചൊല്ലി സംഘർഷമുള്ള കാലം. കടലിലെ തർക്കം കളിക്കളത്തിൽ തീർക്കാനുറച്ച് അർജന്റീന ഇംഗ്ലണ്ട് താരങ്ങൾ. തോറ്റുപോയാൽ രാജ്യം തലകുനിക്കുന്നതിന് തുല്യമായതിനാൽ മെക്സിക്കോയിലെ അസറ്റ്കേ സ്റ്റേഡിയത്തിൽ ഓരോ നിമിഷവും ഇരമ്പിയാർത്ത് ആരാധകർ. ആദ്യ പകുതിയിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഗോൾ രഹിതം. അർജന്റീനയുടെ ഊർജവും താളവും മറഡോണ നിയന്ത്രിക്കുന്ന മത്സരം. ഉജ്ജ്വലമായ മുന്നേറ്റത്തിനൊടുവിൽ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ പിഴവിൽ കിട്ടിയ അവസരം ഹെഡർ ചെയ്യാനായി മറഡോണ ഉയർന്നു ചാടുന്നു. ഒപ്പം പന്ത് കൈയെടുക്കാൻ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടണും. മറഡോണയുടെ കയ്യിൽ തട്ടി പന്ത് വലയിലേക്ക്. ഹാൻഡ്ബോൾ ആണെന്ന് വ്യക്തമായിട്ടും മറഡോണ അർജന്റീന താരങ്ങൾക്കൊപ്പം ഗോൾ ആഘോഷിച്ചു. റഫറിക്ക് നേരെ ഇംഗ്ലണ്ട് താരങ്ങൾ പരാതിയുമായി എത്തിയെങ്കിലും വാറും പരിശോധനയും ഇല്ലാത്ത കാലം. റഫറി ഗോൾ അനുവദിച്ചു. ചതിയാണെന്ന് വിളിച്ച് അശ്ലീല ആംഗ്യം കാണിച്ചും ഇംഗ്ലണ്ട് ആരാധകർ ആക്രോശിച്ചു. കൈത്തെറ്റിന് മറഡോണയുടെ പ്രായശ്ചിത്തം ചെയ്യാൻ അധിക സമയം വേണ്ടി വന്നില്ല. നൂറ്റാണ്ടിന്റെ ഗോളുമായി ആക്രോശിച്ചവരെ കൊണ്ട് കൈയെടുപ്പിച്ചു മറഡോണ. മധ്യനിരയിൽ നിന്നും പന്തുമായി 11 സെക്കൻഡുകൾക്കുള്ളിൽ 11 ടച്ചുമായി 5 ഇംഗ്ലണ്ട് താരങ്ങളെയും പീറ്റർ ഷിൽട്ടനെയും മറികടന്ന് ഒരു നൂറ്റാണ്ടിന്റെ ഗോൾ. അർജന്റീന സെമിയിലേക്ക്. പിന്നീട് ബെൽജിയത്തെയും ജർമ്മനിയെയും വീഴ്ത്തി വിശ്വകിരീടം. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിന് ശേഷം വിവാദ ഗോളിനെ കുറിച്ചുള്ള ചോദ്യത്തോട് മറഡോണയുടെ ഉത്തരത്തിൽ നിന്നാണ് ദൈവത്തിന്റെ കൈപ്രയോഗം ലോകം ഏറ്റെടുത്തത്. അല്പം മറഡോണയുടെ തലയും അല്പം ദൈവത്തിന്റെ കൈയും എന്നായിരുന്നു ഹാൻഡ്ബോളിലെ ഗോളിന് മറഡോണയുടെ മറുപടി. നൂറ്റാണ്ടിലെ ഗോൾ നേടിയെങ്കിലും കിരീടം കൈയടക്കിയെങ്കിലും ഇപ്പോഴും ഫുട്ബോളിലെ മായ്ക്കാനാകാത്ത മുറിവായി ആ ദൈവത്തിന്റെ കൈ കുരുങ്ങിക്കിടക്കുന്നു. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം. ഇനി ഇന്നത്തെ ആവേശ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ കൂടി നോക്കാം. എറണാകുളം ചിലവന്നൂരിൽ നിന്നുള്ള അർജന്റീന ആരാധകർക്കൊപ്പം ജോയ്മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകകപ്പിൽ കാത്തിരിക്കുന്ന മഹാപോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്.
മെസ്സി തൻ്റെ കരിയറിൽ ആദ്യമായി ഇംഗ്ലണ്ട് പടയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ജയം ആർക്കൊപ്പമെന്ന് പ്രവചനാതീതമാണ്. ഗംഭീര മത്സരങ്ങളിൽ ഗംഭീര പ്രകടനവുമായി ഇരു ടീമും കളം നിറഞ്ഞൊരു ലോകകപ്പ് എഡിഷനായിരുന്നു ഇത്. പക്ഷേ ഇത്തവണ ആര് ജയിക്കും അല്ലെങ്കിൽ ഈ മത്സരത്തിൽ ആര് വീഴുമെന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും നമുക്കൊപ്പം എന്നുള്ളത് ചിലവനൂരിലെ അർജന്റീന ആരാധകരാണ്. അപ്പോൾ അവരോട് നമുക്ക് ഇന്നത്തെ മത്സരത്തെ പറ്റി ചോദിക്കാം. ചേച്ചി, അപ്പോൾ ഇന്നത്തെ മത്സരം ഇംഗ്ലണ്ടിനെതിരെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? എന്ത് തോന്നുന്നു വെച്ചാൽ ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ ആദ്യമായിട്ടാണ് കളിക്കാൻ പോണത്. നമ്മൾ എന്നൊക്കെ സെമിയിൽ എത്തിയിട്ടുണ്ടോ നമ്മൾ കപ്പടിച്ചിട്ടേ പോകുള്ളൂ. അപ്പം നമുക്ക് 2018 തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പ്രീ ക്വാർട്ടറിൽ നമ്മൾ പോയ ടീമാണ്. അന്ന് പോയപ്പോൾ എല്ലാവരും എന്താ പറഞ്ഞാൽ അർജന്റീന തീർന്നു, മെസ്സി ഇല്ല, ഇങ്ങനെ പറഞ്ഞ ടീമിൻ്റെ അടുത്തു നിന്നാണ് 2022 നമ്മൾ അവരോട് കൂടെ കളിച്ച് അവരുടെ അടുത്തുനിന്ന് നമ്മൾ കപ്പടിച്ച് മാറ്റിയത്. ആ ടീം ഇപ്പം ഇന്നലെ പുറത്തായി, ശരിക്കും അവർ പുറത്തായി. അത് നമ്മൾ ശരിക്കും അവർ വീണ്ടും ഫൈനലിൽ അവരെ കിട്ടും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പറയണ പോലെ ഫുട്ബോളിനാണ് ആരാധിക്കുന്നത്. ഇപ്പം ഒരു ടീം അർജന്റീന, നമ്മൾ അർജന്റീന ഫാൻസാണ്. അപ്പം അതേപോലെ എല്ലാ ടീമിനെയും എല്ലാ കളികളും കാണാറുണ്ട്, പരമാവധി എല്ലാ കളികളും കാണാറുണ്ട്. ഒരു ടീം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഔട്ട് അത് ഞങ്ങൾ ജയിച്ചിരിക്കും. എന്താ ചേട്ടാ, അപ്പൊ ഇന്നത്തെ രണ്ടാമത് വീണ്ടും ഒരു ലോകകപ്പ് അടിക്കുമോ? ലോകകപ്പ് തീർച്ചയായിട്ടും അടിക്കും, അതിന് ഒരു സംശയം വേണ്ട. ഇന്നൊരു മെസ്സി ഹാട്രിക് ആയിട്ട് ഒരു 3 ഗോൾ അടിക്കും, ചുരുങ്ങിയത്. അത്ര ഭംഗിയായിട്ടുള്ള കളിയാണ് അവരുടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷ ആരാധകർക്കുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ആൾക്കാരോട് ചോദിക്കാം. ചേട്ടാ, ഇന്നത്തെ മത്സരം ഇംഗ്ലണ്ടിനെതിരെയാണ്, നിസ്സാര കളിയല്ല, എന്ത് തോന്നുന്നു? ഇത് നമ്മൾ പൊക്കിയിരിക്കും ഈ കപ്പ്, ഉറപ്പായിട്ടും. നമ്മൾ ഇത് മെസ്സി കൂട്ടിട്ട് ഇത് അടിച്ചിരിക്കും, ഉറപ്പാണ്, നോ ഡൗട്ട്. അപ്പോൾ വലിയ മെസ്സി കപ്പടിക്കും അല്ലെങ്കിൽ മെസ്സി ഇന്ന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തും എന്നൊക്കെ ആരാധകരുടെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് കുറച്ച് കുട്ടി ആരാധകരുണ്ട്, അർജന്റീന ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാം, മെസ്സി ഫാനാണോ? പറ, മെസ്സി ഫാനാണോ? കപ്പടിക്കുമോ നമ്മളിന്ന്? ജയിക്കുമോ? ജയിക്കും. അപ്പോൾ നിന്നോട് ചോദിക്കാം, എങ്ങനെ തോന്നുന്നു ഇന്നത്തെ മത്സരം, ജയിക്കുമോ? എന്തായാലും റിവഞ്ച് ആണ് ഇന്ന് ഇംഗ്ലണ്ട് ആയിട്ടുള്ളത്. പിന്നെ എന്തായാലും മെസ്സി ഹാട്രിക് അടിക്കും, നമ്മൾ ആ ഒരു പവർ ആയിട്ട് ഫൈനലിൽ കയറിയിരിക്കും. പിന്നെ അതെ, കപ്പ് അടിക്കും, മെസ്സി കപ്പും വെക്കും, അങ്ങനെ ഒരു ആഘോഷമായിരിക്കും. അപ്പോൾ വലിയ ആഘോഷം തന്നെ ഉണ്ടാവും. അപ്പോൾ ചേട്ടന്റെ മോനാണോ? മോളാണ്. ഇവിടെ മോളും മെസ്സി ഫാൻ, ചേട്ടനും മെസ്സി ഫാൻ അല്ലേ? ഫാമിലി മൊത്തം മെസ്സി. ഇന്നത്തെ മത്സരത്തെ പറ്റി എന്ത് തോന്നുന്നു? ഇന്നത്തെ മത്സരം നമ്മൾ ഇത്ര നാള് കണ്ട കളിയിനേക്കാളും ഏറ്റവും നല്ലൊരു കളിയായിരിക്കും കാഴ്ചവെക്കാൻ പോകണം. കോച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കളി ശരിക്കും എടുത്തിട്ടില്ല, ഇന്നാണ് ശരിക്കും എടുക്കാൻ പോകണം നമ്മുടെ കളി. എപ്പോൾ കളിഞ്ഞൊന്നും ചെയ്യും, മൂന്നെണ്ണം അടിച്ചിരിക്കും ഉറപ്പാണ്. അപ്പോൾ വലിയൊരു പ്രതീക്ഷ തന്നെ ആരാധകർക്കുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ഗംഭീര ജയം മെസ്സി നയിക്കുന്ന അർജന്റീന പട സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം. അർജന്റീന സെമി ഫൈനൽ കളിക്കാനിരിക്കെ ആശംസകളുമായി മലയാളി സംഗീത സംവിധായകനും ഗിറ്റാർ പെർഫോമറുമായ സുമേഷ് കുട്ടിക്കൽ ആൽബം പുറത്തിറക്കി. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ദൃശ്യാവിഷ്കാരം. പാട്ടിലേക്ക്. ഇനി നോക്കാം സോക്കർഗാല ലോക പ്രവചന മത്സരം. ലോകകപ്പിൽ കൈനിറയെ പണം വാരാൻ അവസരമൊരുക്കുകയാണ് സോക്കർഗാല പ്രവചന മത്സരം. എല്ലാ മത്സരത്തിലും പ്രവചനം നടത്തി ശരിയാകുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി ജിടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ നൽകുമ്പോൾ നോക്കൌട്ടിലെ ഓരോ മത്സരത്തിലും ശരിയുത്തരം പ്രവചിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ ശരിയായി പ്രവചനം നടത്തിയവരിൽ നിന്നുള്ള വിജയി ആരെന്ന് നോക്കാം. ഹലോ ഗൈസ്,
അങ്ങനെ സോക്കർ ഗാലയുടെ ഭാഗമായി ന്യൂസ് മലയാളം ജി-ടെക് ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രവചന മത്സരത്തിന്റെ സമയമാണിത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ പോലെ 100 കണക്കിന് മെസ്സേജുകൾ നമുക്ക് ഇന്നലെയും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോക പ്രവചന മത്സരം അതിന്റെ സെമിയിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ സൂപ്പർ പോരാട്ടം ആരാണ് നമുക്കറിയാലോ, ഫ്രാൻസും സ്പെയിനുമായിരുന്നു. ആ സൂപ്പർ പോരാട്ടത്തിൽ ഫ്രാൻസിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എതിരില്ലാത്ത 2 ഗോളിന് സ്പെയിൻ ആ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായി പ്രവചിച്ചത് 13 പേരാണ്. ആ 13 പേരിൽ ആരാണ് ഭാഗ്യശാലി എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ HR ആണ്, നീത ചേച്ചിയാണ്. ചേച്ചി പറയും ഇന്ന് ആരാണ് ആ ഭാഗ്യശാലി? ഇത് വളരെ കുറവാണല്ലോ. അതെ, 13 പേരേ ഉള്ളത്. ഫാൻസ് എക്സ്പെക്ട് ചെയ്ത ആൾക്കാരായിരുന്നു. അതെ, ഷഹൽ നസീം, കണ്ണൂർ. ഓ, കണ്ണൂരുകാരനാട്ടോ നമ്മുടെ ആ ഭാഗ്യശാലി ഷഹൽ നസീം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പണം വാരാനുള്ള ഒരു വമ്പൻ അവസരമാട്ടോ നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ നമുക്ക് സെമി ഫൈനലിൽ 2 അല്ല 3 അല്ല 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണുള്ളത്. മാത്രമല്ല ശരീരത്തിൽ അയക്കുന്ന എല്ലാ ഭാഗ്യശാലികൾക്കും ബമ്പർ സമ്മാനത്തിനായി നമ്മൾ പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ നറുക്കെടുപ്പിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്പെയിൻ ഫ്രാൻസ് സെമി ഫൈനൽ മത്സരം ശരിയായി പ്രവചിച്ച് വിജയിയായത് കണ്ണൂർ സ്വദേശിയായ ഷഹൽ നസീമാണ്. ഷഹലിന് 5000 രൂപ സമ്മാനം ലഭിക്കും. ഷഹലിന് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ, ഇന്നത്തെ സൂപ്പർ സെമിയിൽ അർജന്റീന രാത്രി 12:30 ഇംഗ്ലണ്ടിനെ നേരിടും. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്രമാത്രം: ന്യൂസ് മലയാളം സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന 9249098478 എന്ന നമ്പറിലേക്ക് രാത്രി 9 മണിക്ക് മുൻപായി മത്സരഫലം, സ്വന്തം പേര്, മൊബൈൽ നമ്പർ, അഡ്രസ് എന്നിവയുടെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. മത്സരഫലം അയക്കുമ്പോൾ എത്ര ഗോളെന്ന് കൃത്യമായ സ്കോർ കാർഡ് തന്നെ പ്രവചിക്കണം. ഇനി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെങ്കിൽ അതും കൃത്യമായി രേഖപ്പെടുത്തി വേണം അയക്കാൻ. സെമി ഫൈനലിലെ ഓരോ മത്സരത്തിലും ശരിയായി പ്രവചിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വിജയിക്ക് 5000 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകും. പ്രവചനം ശരിയാകുന്ന എല്ലാവരെയും ബമ്പർ നറുക്കെടുപ്പിലേക്ക് പരിഗണിക്കും. വിജയികളെ ന്യൂസ് മലയാളം സ്പോർട്സ് യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫൈനൽ വരെയുള്ള പ്രവചനങ്ങളിലെ വിജയികളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഭാഗ്യശാലിക്ക് ജി-ടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ സമ്മാനം ലഭിക്കും.